എറണാകുളം മാറമ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ UDF ഭരണസമിതിക്കെതിരെ ഗുരുതര വായ്പാ ക്രമക്കേട് ആരോപണം. ബാങ്ക് മുൻ പ്രസിഡന്റ് വ്യാജരേഖ ഹാജരാക്കി വായ്പയെടുത്തു എന്നാണ് പരാതി. കേസിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ച വിജിലൻസ് ബാങ്കിൽ വായ്പാ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. 2017 മുതൽ 2022 വരെ ഉണ്ടായിരുന്ന ഭരണസമിതിയിലാണ് വൻ വായ്പാ തട്ടിപ്പ് നടന്നതായി പരാതി. ബാങ്കിലെ പ്രസിഡന്റായിരിക്കെ അബ്ദുൾ അസീസ് തന്റെ പേരിലുള്ള വസ്തുപ്രമാണത്തിന്റെ വ്യാജരേഖ ഉണ്ടാക്കിയാണ് ബാങ്കിൽ നിന്ന് 2 ഘട്ടങ്ങളിലായി 40 ലക്ഷം രൂപ വായ്പയെടുത്തതായി പരാതി. ആധാരം മറ്റൊരു ബാങ്കിൽ പണയത്തിലിരിക്കെ മാറമ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ വ്യാജപ്രമാണം ഉണ്ടാക്കിയാണ് വായ്പയെടുത്തത്. വായ്പയെടുക്കുന്ന ഘട്ടത്തിൽ ബാങ്കിൽ സൂക്ഷിക്കേണ്ട ലീഗൽ സർട്ടിഫിക്കറ്റിൽ ക്രമക്കേട് നടത്തിയാണ് നടപടിക്രമങ്ങൾ പാലിക്കാതെ വായ്പ തരപ്പെടുത്തിയത്. 2023 ക്രമക്കേട് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നത്. അബ്ദുൾ അസീസിന്റെ ബാങ്കിലെ ബാധ്യതകൾ സംബന്ധിച്ച് പരാതിക്കാർ വിവരാവകാശ കമ്മീഷനെ സമീപിച്ച ഘട്ടത്തിലാണ് വായ്പാ തുക അബ്ദുൾ അസീസ് തിരിച്ചടച്ചത്. ബാങ്കിൽ ക്രമക്കേട് നടന്നതായി വ്യക്തമാക്കുന്ന കുന്നത്തുനാട് അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ട് കൂടി പുറത്തുവന്നതോടെ പരാതിക്കാർ വിജിലൻസിനെ സമീപിക്കുകയായിരുന്നു. 40 ലക്ഷം രൂപയുടെ വായ്പാ തട്ടിപ്പാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മൾ വിവരാവകാശ പ്രകാരവും അതുകൂടാതെ ജോയിന്റ് രജിസ്ട്രാർക്കും ARക്കും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാവരും തന്നെ ഇവിടെ വിശദമായ അന്വേഷണം നടത്തുകയും അതിനുശേഷം അതിൽ വ്യക്തമായ തെളിവുണ്ടെന്ന് മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോക്ക് പരാതി നൽകുകയും അവരന്വേഷിക്കുകയും ഇപ്പോൾ 14 പേർക്കെതിരെ FIR ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് പട്ടിമറ്റം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കൂടിയായ അബ്ദുൾ അസീസ് ഉൾപ്പെടെ 14 പേർക്കെതിരെയാണ് വിജിലൻസ് കേസെടുത്തിരിക്കുന്നത്. മുൻപ് വായ്പയെടുത്ത പെരുമ്പാവൂരിലെ ബാങ്കിൽ നിന്ന് ബാധ്യതയില്ലെന്ന സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വൈകിയതാണ് പരാതിക്ക് അടിസ്ഥാനമെന്നാണ് അബ്ദുൾ അസീസിന്റെ വിശദീകരണം. വായ്പ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗഹാൻ നമുക്ക് റിലീസ് ചെയ്ത് തരണം. പണം അടച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ഗഹാൻ റിലീസ് ചെയ്തത് ഒരു 3 ദിവസത്തെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് വായ്പ അടച്ച് ക്ലോസ് ചെയ്ത് ഡോക്യുമെന്റ് എല്ലാം വാങ്ങി ഞാൻ നമ്മുടെ മാറമ്പള്ളി സഹകരണ ബാങ്കിൽ കൊടുത്ത് അവിടെ നിന്ന് വായ്പ എടുത്ത സമയത്ത് നമ്മൾ ഈ ഗഹാൻ റിലീസ് ആയെന്നാണ് നമ്മുടെ ഒരു ധാരണ. കാരണം സാധാരണ ബാങ്കാണ് അത് ചെയ്യണത്. ബാങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാങ്കേതിക തടസ്സം നേരിട്ടു. കൂടാതെ ബാങ്ക് പുതുതായി നടത്തിയ നിയമനത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന പരാതിയിൽ നിലവിലെ ബാങ്ക് സെക്രട്ടറിയും വിജിലൻസിന്റെ പ്രതിപട്ടികയിലുണ്ട്. തെളിവുകൾ നശിപ്പിക്കുവാനും സാക്ഷികളെ സ്വാധീനിക്കുവാനും സാധ്യതയുള്ളതിനാൽ സെക്രട്ടറിയെ തലസ്ഥാനത്ത് ഒഴിവാക്കണമെന്ന് സംസ്ഥാന സഹകരണ രജിസ്ട്രാർക്ക് വിജിലൻസ് ശുപാർശ ചെയ്തിരുന്നു. സെക്രട്ടറിയെ മാറ്റി നിർത്തണമെന്ന സംസ്ഥാന സഹകരണ രജിസ്ട്രാറുടെ ഉത്തരവ് നടപ്പാക്കാതെയാണ് നിലവിലെ ബാങ്ക് ഭരണസമിതിയുടെ പ്രവർത്തനം. നിതിൻ അംബുജൻ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.